അസ്സലാമലൈക്കും. അപ്പോൾ ഇതിൻ്റെ വീട്ടിലത്തെ ആദ്യത്തെ വ്ളോഗാണ്. അല്ല, വീട്ടിലത്തെ ആദ്യത്തെ വ്ളോഗ് എന്നല്ല, ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം വീട്ടിൽ നിൽക്കുന്ന ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി വിശേഷങ്ങൾ. എൻ്റെ ബർത്ത്ഡേ മെയ് 5-നായിരുന്നു. അപ്പോൾ അന്ന് കേക്ക് മുറിച്ചിട്ടില്ല, നമുക്ക് വീഡിയോ എടുക്കണ്ടേ പറഞ്ഞാൽ അന്ന് ക്ലാസ് ഉണ്ടായ കാരണം കൊണ്ട് അന്ന് കേക്ക് മുറിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ ഇരിക്കണം. ഇന്നെങ്കിലും മുറിച്ചില്ല എന്നുണ്ടെങ്കിൽ കേക്ക് എടുത്ത് തൊടുവിൽ കയറിയേണ്ടി വരും. പൈസ കൊടുത്ത് മേടിച്ചാലും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് മുറിക്കാൻ വേണ്ടി പോവാണ്. പണ്ടൊക്കെ ബർത്ത്ഡേ ആയാലും കേക്ക് മുറിക്കാനും ഗിഫ്റ്റ് കിട്ടാനൊക്കെ ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയ കാര്യം. പക്ഷെ അപ്പം അത്ര എക്സൈറ്റഡ് ഒന്നുമില്ല കുറച്ച് വയസ്സൊക്കെ ആയില്ലേ, ഇപ്പം അന്തം വെച്ച് തുടങ്ങിയില്ലേ. അപ്പം അത്ര വലിയ എക്സൈറ്റഡ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് കേക്ക് മുറിക്കാനുള്ള കുറച്ച് വൈകിയത്. വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓക്കെ സാവകാശം മുറിക്കാന്നൊക്കെ വിചാരിച്ച് വെച്ചതാണ്. പക്ഷെ വീഡിയോ ഒക്കെ കുറച്ച് തടസ്സങ്ങൾ കാരണം കൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ വ്ളോഗ് എടുത്തിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് സർപ്രൈസ് ആയിട്ട് അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. സർപ്രൈസ് ആയിട്ട് എനിക്ക് നിൻഷ സർപ്രൈസ് ആയിട്ട് ഒരു കുട്ടി കുട്ടി ഗിഫ്റ്റുകൾ തന്നിരുന്നു കേട്ടോ. കുട്ടി കുട്ടി ഗിഫ്റ്റ് ആയാലും സർപ്രൈസ് തന്നെ അല്ലേ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ വെച്ചിട്ടാണ് തന്നത് ഗിഫ്റ്റ്. അപ്പോൾ അതിലെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതെന്റെ ബർത്ത്ഡേ ആയിട്ട് നിൻഷ എനിക്ക് സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, അവൾ എന്തായാലും സർപ്രൈസ് ആണെന്ന് നമ്മൾ തുറന്നാക്കണ്ട്. അതിനാണ് കേട്ടോ. നിൻഷക്ക് നാണോ ഇല്ലല്ല, കിട്ടി നമ്മള് വീഡിയോയിൽ കാണിക്കണല്ലോ. ഞാൻ തുറന്നു നോക്കട്ടെ. പീഡിപ്പിക്കുന്നോടി നീ അതിനെ പീഡിപ്പിക്കുന്നു. അതിന് മാത്രമൊന്നും ഇല്ലതാണല്ലേ, അറിയില്ല. പെട്ടി മാത്രമുള്ളെന്ന് വിചാരിച്ചു നീ. അതിലേറ്റവും അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും രസം തരും. ഞാൻ അതിർത്ത് ഓക്കെ, താങ്ക് യു. അതിലൊന്നുകൂടെ ഉണ്ട്. എനിക്ക് പാകം ഉണ്ടാവും വെച്ചറിയില്ല. ഞാൻ എൻ്റെ ഒരു നടുവിരലിനനുസരിച്ച് എടുത്തതാണ്. താങ്ക് ഗോഡ്. കമ്മൽ ഇഷ്ടായ? താങ്ക് യു. എനിക്ക് അവിടെ ആകെ ഇഷ്ടമായത് ഇത് മാത്രമേ. പിന്നുള്ളത് കുറച്ചും കൂടി വലുതാണ്. എനിക്ക് താങ്ങൂല. ഞാൻ പൈസ അധികം എടുത്തിട്ടില്ലെന്ന്. ഞാൻ എനിക്ക് ഫുഡ് കഴിക്കാൻ തന്ന പൈസ ഞാൻ ഇതിനായിട്ട് പൈസ ഞാൻ രാവിലെ എണീറ്റപ്പോ ഓർത്തിന് എന്തെങ്കിലും മേടിക്കണല്ലോ എന്ന്. പിന്നെ അങ്ങനെ വിചാരിച്ച് എന്താ പറയാ, പിന്നെ ഞാൻ മറന്നു പോയാൽ പറ്റി നീച്ചുകാട് പോകുന്ന തിരക്കിൽ ഞാൻ പൈസ എടുക്കാനൊക്കെ മറന്നു. പിന്നെ കിട്ടി സാധനം. അമ്മച്ചി ഫുഡ് കഴിക്കാനുള്ള പൈസ വന്നപ്പോ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ഓർമ്മ വന്നപ്പോൾ മേടിച്ചു. നിൻഷയുടെ എല്ലാവർക്കും നന്ദി. പൈസ തരാൻ തോന്നിയ അമ്മക്കും നന്ദി. അതെ, നന്ദി. അയ്യോ, മമ്മി എന്നോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. ഞാൻ മമ്മീന്റെ ആനിവേഴ്സറിക്ക് ഹാപ്പി ആനിവേഴ്സറി ഞാൻ സ്റ്റാറ്റസ് വെച്ചില്ലേ നമ്മളത്. അപ്പൊ ഒരു ലൈക്ക് ചെയ്ത് കൊടുക്കും. അതെ, പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ കണ്ടില്ലേ. അപ്പൊ എന്താ പറയാ, അത്ര ചെറിയ ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും സർപ്രൈസ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുതാണോ വലുതാണോ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ട് എക്സൈറ്റ്മെന്റ് ആയി. വീഡിയോ കാണിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലഡ്ഡു പൊട്ടിയ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചണിക്ക് പോയി മമ്മനെ ഹെൽപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ മമ്മ എന്നെ പിടിച്ച് വെട്ടും. അതിൻ്റെ മുമ്പ് 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ വന്നിരുന്നു. 2-3 കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു ഇന്റേൺഷിപ്പിന് പോണ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഈ കോഴ്സിക്ക് മമ്മ ഇത് എടുക്കാൻ വേണ്ടി മമ്മ ഹെൽപ്പ് ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ വലിയ ടീച്ചർ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്തേനെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് അത്രയും ഞാൻ
ആ കോഴ്സിനെ താഴ്ത്തി പറഞ്ഞതാണ്, തീരെ വാല്യൂ ഇല്ലാത്ത കോഴ്സ് ആയിട്ടാണ് ഞാൻ പറഞ്ഞതൊക്കെയാണ് വിചാരിച്ചത്. ഞാൻ അങ്ങനെ നല്ല ഉദ്ദേശിച്ചത് എനിക്ക് ടീച്ചർ കോഴ്സ് എടുക്കുക, ബാക്കിയുള്ള കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനല്ല, എൻ്റെ ഇഷ്ടമല്ല. അതൊന്നും എടുക്കുന്നത് ഞാൻ ഡ്രീമാക്കി വെച്ചില്ല. എൻ്റെ ഡ്രീം ജോബ് പറഞ്ഞ ഇതാണ്. അപ്പോൾ എൻ്റെ ഡ്രീം ജോബ് കിട്ടാതെ ഞാൻ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യേണ്ടി വരും. എനിക്ക് പെട്ടെന്ന് ടീച്ചർ കോഴ്സ് അത് വായിൽ വന്നത്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. ടീച്ചർ കോഴ്സ് എന്താ പറയുക, ഞാൻ അതിന് ഒട്ടും ഞാൻ താഴ്ത്തി പറഞ്ഞില്ല. കാരണം മമ്മ പഠിക്കാൻ പോയെന്നാണ് കണ്ടത് മുതൽ എനിക്കറിയാം ഭയങ്കര ടഫായിട്ടുള്ള ജോബാണ്. മമ്മ രാവിലെ രാത്രി നേരം അത് അസൈൻമെൻറ്റ് ചെയ്യുക, വർക്കുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത കാരണം കൊണ്ട് എനിക്കറിയാം അത് കുറച്ച് ടഫായിട്ടുള്ള ജോബ് തന്നെയാണ്. പഠിക്കുന്ന കാര്യത്തിൽ ടഫാണെന്നുള്ള കാര്യം എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ജോബിന് ഒരിക്കലും തരം താഴ്ത്തി പറഞ്ഞതല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം, അതിൻ്റെ പാഷൻ ഒഴിവാക്കിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോബ് ചെയ്യേണ്ടി വന്നേനെ, പഠിക്കേണ്ടി വന്നേനെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ ഞാൻ ജോബിനെ തരം താഴ്ത്തി പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വർത്താനം പറഞ്ഞാൽ നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ കിച്ചണിക്ക് പോയേക്കോട്ടെ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ട് ഇന്നെ സെൽഫ് കെയർ ചെയ്യാണ്ട്, ബർത്ത്ഡേ കേക്ക് മുറിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം കേട്ടോ. ഗൈസ്, ഇന്നെൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മാന്തൽ കറി വെക്കുവാണെന്ന് തോന്നുന്നു മമ്മി. ആണോ മമ്മി? മമ്മി അവിടെ വാഷിംഗ് മെഷീനിലേക്ക് തുണിയിട്ട് തിരുമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കല്ലിൽ തിരുമ്പാത്ത കാരണം കൊണ്ട് വാഷിംഗ് മെഷീനിലാണല്ലോ ഇടുക. മമ്മി എന്തായാലും ഒന്ന് പറയൂ. അന്നാ പിന്നെ നമുക്ക് പിന്നെ പറയാം, കുഴപ്പമില്ല. കോട്ടിലെന്താണ് എന്താ എന്താണ് എന്നാണ് വട്ടം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒറ്റക്ക് തിരുമ്പാനുള്ള സാധനം അതെ നീ തിരുമ്പും മാത്രം. ഇവിടെ എത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ കിടന്നുറങ്ങണം. നോക്കി വെക്ക, എടാ ഒന്ന് നീറ്റൂടാ. ഇവനെ കാണുമ്പോ കിടന്ന് ഉറങ്ങാൻ ബുദ്ധിയാവുന്നു. അല്ല, ഈ പ്രായത്തിൽ ഉറങ്ങാൻ പറ്റുള്ളൂ. ഉറങ്ങിക്കോ. അപ്പൊ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ ഉപ്മാവും മാന്തള് മുളകിട്ടതും. എനിക്ക് ഉപ്മാവ് ഇഷ്ടമല്ല, പക്ഷെ മാന്തളുകാർ നല്ല ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉപ്മാവ് കഴിക്കും. അങ്ങനത്തെ ചില തിയറികളുണ്ട്, അത്രേ ഉള്ളൂ. രാവിലെ നീറ്റാ കുറച്ചു നേരം അന്തം വിടൽ, അത് എന്റെ സായമനക്ക് നിർബന്ധ. കറി ഒന്നും വേണ്ട എനിക്ക്. കറിയോ പഞ്ചസാര വേണ്ട, ഒന്നും വേണ്ടേ. അപ്പൊ ചായ കൂടി അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണി നമുക്ക് എന്നെ തന്നെ നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് എന്നെ നോക്കാം. അടുത്തൊക്കെ പണി മൊത്തം തീർന്നു. ഇനി ഡ്രസ്സ് കൊണ്ടുപോയി നേരെ ഒന്ന് ഉണക്കിയിടാനുണ്ട്. അത് മാത്രമേ പണിയുള്ളൂ. അപ്പം നമുക്ക് കുറച്ച് സ്കിൻ കെയർ, ഹെയർ കെയർ, ബോഡി കെയർ ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ അടുത്തത് അതിനു വേണ്ടി പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ള കാര്യം. സെൽഫ് കെയർ വളരെ പെട്ടെന്നായിപ്പോയി. തലയിൽ എണ്ണ വെക്കലും, തലയിൽ ഇടക്കിടക്ക് പെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തലയിൽ കുറച്ച് പെയിൻ ശല്യം കൂടുതലാണ്. അപ്പോൾ തലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കി ഞാൻ ഇമ്മച്ചിൻ്റെ ജെമീസിൻ്റെ ഹെയർ കെയർ ഓയിലാണ് തേച്ചിക്കണം കേട്ടോ. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ തലയിൽ എണ്ണയാക്കും. ഞാൻ പറഞ്ഞേക്ക് കൊച്ചിയിൽ പോയിട്ട് ഞാൻ തല നനക്കൽ കുറച്ച് കുറവാണ്. അവിടുത്തെ വെള്ളം യൂസ് ആക്കണ്ട, അവിടുത്തെ വെള്ളം യൂസ് ആക്കിയാൽ എന്താണ് മുടി കൊഴിയെന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ട്, അതുകൊണ്ടല്ല തല നനക്കാൻ മടിയാണ്, വേറെ കാര്യം. അപ്പൊ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടിക്ക് വന്നിട്ട് ഇമ്മച്ചിന്റെ എണ്ണ തേച്ച് തല നനച്ചപ്പോ എന്തൊരു സുഖം, തലേന്നൊരു കന ഇറങ്ങി വന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇമ്മച്ചിന്റെ എണ്ണ ജെമീസ് ഹെയർ കെയർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹെയർ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് തല ചീവിയത്. ഇനി അടുത്ത് നമ്മൾ മുഖം കൂടി നോക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യം ഒട്ടുമില്ലാത്ത ആളാണ്. പക്ഷെ മമ്മ പിന്നെ നിർബന്ധിച്ച് സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് എൻ്റെ പഠിത്തം കഴിഞ്ഞു, ജോലി ചെയ്യാനായി. ഇനി ഞാൻ സ്കിൻ കെയർ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അട്ടം നോക്കി ഇരിക്കേണ്ടി വരും. അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഞാൻ ജെമീസിൻ്റെ സ്കിൻ കെയർ പൗഡർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫേസിൻ്റെ സ്കിൻ കെയർ ചെയ്യാറ്. ഫേസിന് ട്രീറ്റ് ചെയ്യാറ്. ഞാൻ ഡോക്ടറെ കാണിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഡോക്ടറെ കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ മുഖത്ത് ചിക്കൻ ബോക്സ് വന്ന് പാടായ കുഴികളുണ്ട്. ഈ കുഴികൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ലേസർ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. മറ്റേ എൻ്റെ മുഖത്ത് കാണുന്ന ഈ കുരുക്കളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇമ്മച്ചിൻ്റെ പൗഡർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫേസിന് എന്തെങ്കിലും ഡൾനെസ്, അല്ലെങ്കിൽ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പം ഞാൻ എപ്പോഴും ഇമ്മച്ചിൻ്റെ ഈ സ്കിൻ കെയർ പൗഡർ യൂസ് ചെയ്തിട്ടോ ഫേസ് പാക്ക് ഇടാറ്. ഇത് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് മാറ്റി ഇടാം. എൻ്റെ ഓയിലി സ്കിന്നായ കാരണം കൊണ്ട് തൈരോ പാലോ ഒന്നും ഞാൻ യൂസ് ആക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ തക്കാളി നീരിൽ തേക്കും, അല്ലെങ്കിൽ വെറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേക്കാറ് ചെയ്യാറുണ്ട്. അപ്പം തന്നെ മൊത്തം ഓയിലൊക്കെ പോയി
ഫുൾ സെറ്റ് ആവും. മൊത്തം ഓയിൽ പോയാൽ തന്നെ ആ കുരുവിനൊക്കെ ഒരു കുറവ് വരും. അപ്പം ഞാൻ ഇനി സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ഫേസ് പാക്ക് ഇടാൻ പോട്ടെ ഗൈസ്. ആ വെറും വെള്ളം മിക്സ് ആക്കിയിട്ടാണ് തേക്കുന്നത് കേട്ടോ. തക്കാളി പേസ്റ്റ് ഉണ്ടാക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണേ. നമ്മൾ ഉണ്ടാക്കാൻ വയ്യ. അതൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്ന സമയത്ത് ഉണ്ടാക്കി തരും കേട്ടോ. ഞാനാണെങ്കിൽ വെള്ളത്തിൽ മാത്രം തേക്കാറ്. അത് മാത്രം മതി. ഇങ്ങനെ പ്രത്യേകിച്ച് പാലോ തൈരോ തക്കാളി തേക്കണം നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ തേച്ചാൽ മതി. പച്ചവെള്ളത്തിൽ തേച്ചാൽ തന്നെ ധാരാളമാണ്. ഇത് തേച്ചിട്ട് കുറേ നേരം ഉണങ്ങാൻ വെക്കരുത് കേട്ടോ. കുറച്ച് ഒരു ഏറെക്കുറെ ഉണങ്ങിയത് കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയാൻ വേണ്ട കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കാൻ വെച്ചാൽ ഇങ്ങോട്ട് പോരാൻ ബുദ്ധിമുട്ടാക്കാലോ. അപ്പോൾ ഫേസിൽ നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് കാത്തിനാൽ മതി. 3-4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്ര ഉണങ്ങിയാൽ മതി. ഇതന്നെ കുറച്ച് ഡ്രൈ ആയിട്ട് ഞാൻ അടിച്ചു വരാൻ വന്നപ്പോൾ ഫുൾ ഉണങ്ങിയതാണ്. അപ്പം നമുക്കിനി കുളിച്ച് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ എൻ്റെ കുളിയും നനയും എല്ലാം കഴിഞ്ഞ് കുളിയും നനയും കഴിഞ്ഞെന്ന് മാത്രമല്ല, ഒന്ന് പുറത്ത് ഷോപ്പിങ്ങിന് പോയിട്ടും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിന് പോയ വീഡിയോ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഞാൻ പോണ സമയത്ത് ഇച്ചിരി ചോറ് കഴിച്ചിട്ടുള്ളൂ, ഇച്ചിരി. അപ്പോൾ ബാക്കി ചോറും കൂടി കഴിക്കണം. അതും എൻ്റെ മാന്തൾ കറി മാന്തൾ വറുത്തതും ആയതുകൊണ്ട് ഞാൻ മാന്തൾ വറുത്തില്ല, കറി മാത്രം കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പം ഞാൻ മാന്തൾ വറുത്തിട്ട് ചോറ് കഴിക്കണം. സായ്മോൻ അപ്പത്തിനും വീണ്ടും സമ്മർ ക്യാമ്പിന് പോയി. സായ്മോൻ സമ്മർ ക്യാമ്പിൽ നിന്ന് വന്നിട്ട് വേണം കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ബർത്ത്ഡേ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ആയിപ്പോയി. എന്തായാലും നമുക്ക് ഇനി ചോറ് കഴിക്കാൻ വേണ്ടി പോകാം. ഗൈസ്, മമ്മി അടുക്കളയിൽ മീൻ വറുത്തോണ്ടിരിക്കുകയാണ്. നല്ല മാന്തൾ, വലിയ മാന്തൾ. അത് മതി. 2 എനിക്ക് 3 എനിക്ക്. സായ്മ വന്നോട്ടെ. എങ്ങനെയുണ്ട്? അപ്പൊ ചോറ് കഴിച്ചിട്ട് കേക്ക് മുറിച്ചാ മതിയോ? അന്ന് അങ്ങനെ മുറിക്കാം. എന്നാ മീൻ വറക്കിയേ. 2 അമ്മക്ക് 3 എനിക്കും. ഏക് തരാ ഏക് മേര. ഗൈസ്, അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഈ ചോറ് എനിക്ക് ഇന്നും കൂടി അല്ല, കുറച്ച് ദിവസം കൂടിയേ കിട്ടുള്ളൂ. ഞാൻ തടി കുറക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കെയർ ചെയ്യാൻ പോവാണ്. ഞാൻ തടി കുറക്കേണ്ട ഭാഗമായി ഞാൻ ചോറ് ഒഴിവാക്കാൻ വേണ്ടി പോകും. പക്ഷെ ചോറ് ഒഴിവാക്കാൻ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ചോറിനെ കുറിച്ച് പറയുമ്പോൾ വായിൽ വെള്ളം വീട്ടുണ്ട്. അപ്പോൾ ഒരു കുണ്ടാണോ അങ്ങനെ കുണ്ടമിഞ്ഞാണം ഒരു കുണ്ടമിഞ്ഞാണം ചോറെങ്കിലും എനിക്ക് വേണം, അല്ലെങ്കിൽ ശരിയാവൂല. അത്ര ഉള്ളു എന്താ ഉദ്ദേശിച്ചത്, ചെറുത് അത്ര ചോറ് എനിക്ക് വേണം. അപ്പോൾ ഇന്ന് മാന്തൾ എനിക്ക് ഞാൻ മീനിന്റെ കാര്യത്തിൽ ചെറുതായിട്ട് സൈക്കോണ്. ചില ആൾക്കാർ ചിക്കന്റെ കാര്യത്തിലാക്കാറ്, ഞാൻ മീനിന്റെ കാര്യത്തില സൈക്കോ. എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമായിട്ട്. മാന്തൾ ഏറ്റവും ഫേവറേറ്റ് ആണ്. അപ്പോൾ ചോറും മാന്തൾ ഫ്രൈയും മാന്തൾ മുളകിട്ട കറിയും. കുറച്ച് ദിവസം കൂടിയല്ലേ ചോറ് കഴിക്കാൻ പറ്റുള്ളൂ. ആസ്വദിച്ച് കഴിക്കട്ടെ. ഞാൻ ഇത് കേട്ടാൽ തോന്നുന്നു ഞാൻ മരിക്കാൻ പോകുന്നത്. അതല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഡയറ്റ് തുടങ്ങാൻ പോകുന്ന ഉദ്ദേശിച്ചത്. അതിന് വലിയ സങ്കടമാണ് എനിക്ക്. ഈ മീൻകറിയും ചോറും കഴിക്കണ സുഖം വേറെ ഒന്നിനും കിട്ടൂല. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഒരേ ടേസ്റ്റാണ്. അതിൻ്റെ ചിക്കൻ 65, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ കറി, ചിക്കൻ വരട്ടിയത്, ചിക്കനല്ല ടേസ്റ്റ്. പക്ഷെ ഓരോ മീനിനും ഓരോ ടേസ്റ്റാണ്. അങ്ങനെയാണ്. ഇനി ചോറ് കഴിച്ചിട്ട് വരാം. ഗൈസ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മ ഒറ്റക്ക് മാങ്ങ തിന്നുന്നു. ഒറ്റക്ക് മാങ്ങ തിന്നാൻ പാടില്ലല്ലോ. അപ്പം നമുക്കും തരും. നല്ല മധുരമുള്ള മാങ്ങ. ഇന്നുണ്ടോ? പറഞ്ഞില്ല. ഇന്നുണ്ടോ മാങ്ങ? സ്വന്തമായിട്ട് മാങ്ങ തിന്നാൻ നല്ല പണിയാണ്. പക്ഷേ ചെടി തരുമ്പോൾ കഴിഞ്ഞിട്ട് തിന്നാൻ നല്ല സുഖമാണ്. അപ്പോൾ നമുക്കിന്ന് മാങ്ങ തിന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കാണാം.
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. റെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടന്നു. ഒരു 3:30-4 മണിക്കപ്പോൾ ചോറ് കഴിച്ചത്. അപ്പോൾ കുറച്ച് നേരം കിടന്നപ്പോൾ വീണ്ടും ഈ മാന്തൽ കറി മാന്തൽ വറുത്തൊക്കെ ഉണ്ടായൊക്കെ പിന്നെയും ഫുഡ് കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ വെച്ച് ചോറ് കഴിക്കണ്ട, ഉപ്മാവ് ഇരിക്കണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഉപ്മാവും മീൻകറി രാവിലത്തെ സെയിം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ചായൻ്റെ പകരം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ചിലപ്പോൾ ചായ കുടിക്കും. ഇതുകൊണ്ടാണ് ഞാൻ തടി കൂടുന്നത്, വെറുതെ ഒന്നുമല്ല. ഈ തീറ്റ കുറക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കാറ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കിട്ടണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ തടി കൂടുന്നത്. ഇത് കുറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും പറ്റാറില്ല. ഉപ്മാവ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിരുന്നുണ്ട്. അപ്പോൾ തന്നെ ബാങ്ക് കൊടുക്കുകയും ചെയ്തു. നേരെ നിസ്കാരം ഒത്തുകൊണ്ട് ഇറങ്ങിയിട്ടോ. ഞാനും സൈമനും മമ്മിയും ഒപ്പം നിന്നാണ് നിസ്കരിക്കാറ്. ഞങ്ങൾ ഈ മഗ്‌രിബാകുമ്പോഴാണ് എപ്പോഴും ഒപ്പം ഉണ്ടാവാറ് കേട്ടോ. മറ്റേ സുബിയൊക്കെ ആകുമ്പോൾ നമ്മൾ നീക്കുമ്പോൾ അങ്ങനെ നിസ്കരിക്കാറ് റൂമിൽ തന്നെ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. ബർത്ത്ഡേ കുപ്പായൊക്കെ ഇട്ടാണ് കേക്ക് മുറിക്കാറ് സാധാരണ. പക്ഷെ അപ്പം അതിനൊക്കെ ടൈമില്ല. നേരെ പോയി കേക്ക് കൊണ്ടിട്ട് നമുക്ക് മുറിക്കാൻ നോക്കാം. ഈ കേക്കിൻ്റെ ഫ്രണ്ടിനൊരു ഷോപ്പ് നിന്നാട്ടോ മേടിച്ചത്. ഞാൻ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് മേടിച്ചപ്പോൾ അതിൽ പിങ്കും പീച്ച് കളറും തീമിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ തീമിലാണ് വേണ്ടത്, പിങ്കും പീച്ച് കളർ തീമിലാണ് വേണ്ടത് പറഞ്ഞപ്പോൾ ഓൻ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തന്നാണ് കേട്ടോ. കണ്ടോ? സോ ഗൈസ് നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. പാട് വെക്കാൻ വേണം. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ അങ്ങോട്ട് മാറിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ കത്തി കളിക്കോ? ഞാൻ നല്ല തുടച്ചു പോയി കളിക്കോ? ഇല്ല കുഴപ്പമില്ല. ചെറിയ വൃത്തിന്റെ പ്രശ്നങ്ങളാണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നൊക്കെ പറഞ്ഞു ഗൈസ്. ഈ കേക്ക് ഞാൻ എങ്ങനെ കൊടുക്കും അറിയോ? രണ്ടാളെ ഒപ്പം നിർത്താം. ഇങ്ങനെ കൊടുക്ക. അതെ അങ്ങനെ കൊടുക്കേണ്ടി വരും. ഇത് കടിക്ക്, തൽക്കാലം കടിക്ക്. ഇത് ക്രീം ആണതാ. ഞാൻ തരും. വാട്ടർമെലൻ കഴിക്കൂലേ? അതേപോലെ അത് അത് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഇപ്പൊ പണിയാ കൊടുക്കുക. അവന്റെ പറഞ്ഞ കേക്ക് കഴിക്കുകയാണ് ഗൈസ്. എഴുന്നേൽക്കുന്നടി 3 പീസ് കഴിച്ചപ്പോഴും മജായി. കുത്തിറ പോവുള്ളൂ. ഈ പീസ് നമുക്ക് ബീത്താത്താ കൊടുത്തിട്ട് വരാം. കൊടുത്തു പോയോ? ഇവിടെ അടുത്ത ചോറ് നിന്ന പോലെയാണ് കേക്ക് നിന്നത്. കഴിഞ്ഞ് കേക്ക് കഴിഞ്ഞ്. ഞാൻ അടുത്ത ഇത് എടുക്കാൻ പോവാകാരല്ലേ ഗൈസ്. കേക്ക് മുറിക്കലും തീറ്റയും കൂടി കഴിഞ്ഞപ്പോൾ ഇപ്പം ആരും കാണാല്ല. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ വേണം കൊണ്ടുവെക്കാൻ. അല്ലെങ്കിൽ എൻ്റെ കേക്കാണല്ലോ. നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ കേക്ക് ഇരുന്ന സ്പേസിൽ തന്നെ മെല്ലെ നമുക്ക് തിരികെ കൊടുക്കാം. നാളാകുമ്പോഴത്തേന് കഴിയുന്നതിൻ്റെ വിശ്വാസം. ഒന്നും കാട്ടണ്ട. അപ്പോൾ ഗൈസ് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ ഉച്ചക്കത്തെ അതേ മെനു, മാന്തൽ കറി, മാന്തൽ വറുത്തത്, ചോറ്, അങ്ങനെ എല്ലാതും ഉണ്ട്. അപ്പോൾ ചോറ് കഴിക്കട്ടെ. ചോറിന് പിന്നെ ആസ് യൂഷ്വൽ മാന്തൾ മുളകിട്ടതും മാന്തൾ വറുത്തതുമാണ്. ഞാൻ ഈ മാന്തൾ കറി ഉണ്ടാക്കാൻ അധികം പറയാറില്ല. കാരണം അത് ഉണ്ടാക്കിയാൽ ഞാൻ 1-2 നേരം നല്ല ചോറ് കഴിക്കുക. എനിക്ക് ബാക്കി സ്നാക്സ്, മുറുക്ക്, മിച്ചർ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കണേക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ചോറ് കഴിക്കണതാണ് കേട്ടോ. അവിടെ ഞാൻ എപ്പോഴും നേരം ചോറാണ് കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ചോറ് കഴിക്കണോണ്ട് തടിയും കൂടും, അതൊരു പ്രശ്നമാണ്. അപ്പോൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഹോർലിക്സ് കുടിക്കാൻ ഭയങ്കര പൂതി. എങ്ങനെ ഞാൻ തടിക്കാതിരിക്കാം? അതാ പറഞ്ഞു വായക്ക് സിബ് ഇട്ട് കൊടുക്കണം ആദ്യം. പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. മമ്മ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. മമ്മക്ക് പുതിയ ഗ്ലൗസ് കിട്ടിയിക്കണ്. നല്ല ഗ്ലൗസ്, നല്ല ഇതുവരെ കവറിങ് ഉണ്ട്. നല്ല നല്ല ഗ്ലൗസ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാ ഗ്ലൗസും എപ്പോഴും ഗ്ലൗസ് വേണം കയ്യുമ്പേ. ഞാൻ സംശയിച്ച് കാണിച്ചത്, പക്ഷെ നന്നായി. യെസ്.
അപ്പൊ മമ്മ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കുന്നത് ഇവിടുന്ന് പറഞ്ഞ സായ്മോൻ അവിടുന്ന് കേറിട്ട് എനിക്കും വേണം പറഞ്ഞു. ഇനി മമ്മക്ക് വേണോ? മമ്മക്ക് വേണ്ട. അപ്പൊ ഞാനും സായ്മോൻ കൂടി ഹോർലിക്സ് കുടിക്കാൻ പോട്ടെ. ഞാൻ തന്നെ ഉണ്ടാക്കണം. സായ്മോന് ഇടക്കും തലക്കൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് പറഞ്ഞു വരുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഫ്ലോ കളഞ്ഞു. അപ്പൊ ഞാന് ഹോർലിക്സ് ഉണ്ടാക്കണതിന് മുന്നേ ജാമിനൊന്ന് മേടിച്ച് ഈ കവറൊന്ന് പൊട്ടിച്ചിട്ട് അതാത് സ്ഥലത്ത് എടുത്തു വെക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് പണിയാവും. രാത്രി കിടക്കുന്നതിന് മുന്നേ കിച്ചണ് ക്ലീൻ ആക്കിയിട്ട് കിടക്കാറ്. അപ്പോൾ ക്ലീൻ ആക്കുന്ന സമയത്ത് മമ്മ അങ്ങനെ പാത്രം കഴുകും. ഞാനും മമ്മിയാണ് മിക്കവാറും ഉണ്ടാവാറ്. പാത്രങ്ങൾ ഞാൻ കഴുകിയത് കൊണ്ടേക്കും, മമ്മ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക ചെയ്യാറ്. അതിപ്പോൾ എനിക്ക് ഇത് എടുത്തേക്കേണ്ട ഒരു പണി ഉണ്ടായ കാരണം കൊണ്ടാണ് സായ്മോൻ എടുത്തേക്കണം കേട്ടോ. ഇത് എക്സ്ട്രാ ഒരു ബോൺവിറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഹോർലിക്സ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ബിസ്ക്കറ്റും നിർബന്ധമാണ്. ബിസ്ക്കറ്റ് ഇടക്കിടക്ക് ചായയിൽ മുക്കി തിന്നാൻ നല്ല നിർബന്ധം കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ആവശ്യമുള്ള സാധനം മാത്രമായിട്ട് ഞങ്ങൾ ഈ ഷെൽഫിലെടുത്തേക്കാറ്. ഈ ഷെൽഫിലെടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് അടച്ചു വെക്കും. അപ്പോൾ പിന്നെ പുറത്തേക്ക് അധികം എക്സ്പോസ് ചെയ്ത് കാണില്ല. അതെങ്ങനെ ഐഡിയ. അങ്ങനെ പിന്നെ ആ പണി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഹോർലിക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടോ. ഹോർലിക്സ് പാൽപ്പൊടിയിലല്ല പാലിലാണ് ഉണ്ടാക്കുക. കാരണം പാൽപ്പൊടി വേഗം തീരും, പാൽ അത്ര പെട്ടെന്ന് തീരുമല്ലോ. കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടാണല്ലോ പാല് തിളപ്പിക്കണത്. അപ്പോൾ പിന്നെ പാലിലാണ് ഹോർലിക്സ് ഒക്കെ ഉണ്ടാക്കാറ്. പാൽ ചായയിലൊക്കെ പാലിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ ഈ ഹോർലിക്സ് കൊട്ടൽ കാരണം കൊണ്ടാണ് മമ്മ ഹോർലിക്സ് തീരുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ചേ കൊട്ടിയിട്ടുള്ളൂ. എനിക്കറിയാം പിന്നെ പഞ്ചസാര ഞാൻ പേടിച്ചിട്ടുണ്ട്. കാരണം ഹോർലിക്സൊക്കെ എപ്പോൾ പഞ്ചസാര ഇട്ടാലും അത് നല്ല കൂടും. അങ്ങനെ പിന്നെ ഹോർലിക്സ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് ഭാഗത്തേക്കും അങ്ങോട്ട് ആറ്റി ഞാൻ ചൂടാറാനും സഹായിക്കും, പിന്നെ മധുരം മിക്സ് ചെയ്യാനും സഹായിക്കുമല്ലോ. കിച്ചണാണിത്. വാവ്, ബ്യൂട്ടിഫുൾ. ഈ പഴം നമുക്കുണ്ടല്ലോ, നമ്മളെ വീട്ടില് മെഗാ വിരുന്ന് നടക്കാൻ പോവല്ലേ. അപ്പൊ നമുക്ക് ശനിയാഴ്ച പുഴുകേണ്ട പഴം. അപ്പൊ ഈ പഴം വല്ലാണ്ട് പഴുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ കവറിൽ തന്നെ നമ്മള് കെട്ടി വെക്കും. അപ്പൊ പഴം പഴുക്കും. ശനിയാഴ്ച ആകുമ്പോഴേക്കും ഈ പഴം നന്നായിട്ട് പഴുക്കും. അപ്പോ കിച്ചൺ ക്ലീൻ ആയി. അതിനിടെ കൂടെ വൃത്തിയേടാക്കാൻ വേണ്ടി ഞാന് ഹോർലിക്സും ഇത് ഞാൻ മാത്രല്ല കേട്ടോ, മമ്മി സായ്മോനൊക്കെ കുടിക്കുന്നുണ്ട്. കുടിച്ചിട്ട് വേണം ഉറങ്ങാൻ. പിന്നെ ഈ ഹോർലിക്സ് ഒഴിച്ചിട്ട് ഞാൻ തന്നെ കൊടുന്നേരാ പറഞ്ഞിട്ടോ. കാരണം നമ്മൾ ഈ ഹോർലിക്സ് ഒഴിക്കുന്ന സമയത്ത് കറക്റ്റ് റേഷ്യോയിൽ വേണമല്ലോ ഒഴിക്കാൻ. അങ്ങോട്ട് കൂടാനും കുറയാനും പാടില്ല. ഇനിയിപ്പോൾ കൂടിയാലും കുറഞ്ഞാലും കൂടിയത് നമ്മൾ വേണ്ട എടുക്കാൻ. അപ്പോൾ നമ്മൾ ഹോർലിക്സ് ഉണ്ടാക്കി കുടിച്ച് ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടോ. എല്ലാവരും ഉറക്കം വന്ന കോലത്തിലാണ് നിൽക്കുന്നത്. ആരും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയ കോലത്തിലല്ല. സായിബാനൊക്കെ കിടന്നിക്കണ്. അത് ഞാൻ നീപ്പിച്ചിട്ടാണ് അവർക്ക് ഹോർലിക്സ് കൊടുത്തത്. എന്തൊരു നല്ല താത്താല്ലേ, സിസ്റ്റർ ലവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. നാളെ നമ്മൾ വലിയൊരു സെലിബ്രേഷൻ വലിയൊരു എന്താ പറയുക, ഗെറ്റ് ടുഗദർ നടത്തണമെന്ന് പറഞ്ഞില്ലേ, ഫാമിലീസൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഫാമിലീസൊക്കെ കൂടിയിട്ട് പട്ടാമ്പിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള തലേദിവസത്തെ ഒരുക്കങ്ങൾ, അവർ വന്ന വീഡിയോ, അതൊക്കെയാണ് ഇനി അടുത്ത വീഡിയോസായിട്ട് ഇങ്ങനെ വരാനുള്ളത്. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.